സ്വാഗതം. 2026 കീം എക്സാമിനേഷനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ വിവിധ പ്രൊഫഷണൽ കോളേജുകളിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിഗ്രി കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. മെഡിക്കൽ കോഴ്സുകൾ: MBBS, BDS, BHMS, BAMS, BSMS, BUMS. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ: BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഫോറസ്ട്രി, BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഫിഷറീസ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ: BTech കോഴ്സുകൾ: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി എന്നീ കോഴ്സുകൾ. ഫാർമസി കോഴ്സ് BPharm, ആർക്കിടെക്ചറൽ കോഴ്സ് BArch. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET UG 2026 യോഗ്യത നേടിയിരിക്കേണ്ടതാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം. ആർക്കിടെക്ചറൽ കോഴ്സ് പ്രവേശനത്തിന് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന NATA 2026 യോഗ്യത 30/6/2026 മുമ്പ് നേടിയിരിക്കണം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള പ്രോസ്പെക്ടസിലെ വിവിധ വ്യവസ്ഥകൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധവും അവസാന തീയതിയും. മേൽപ്പറഞ്ഞ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന 2026 ജനുവരി 5 മുതൽ ജനുവരി 31 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ജനുവരി 31 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടേതായോ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെയോ മൊബൈൽ നമ്പർ, ഇമെയിൽ ID തന്നെയാണ് നൽകിയതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ അവരവരുടെ SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, ജനനത്തീയതി, നേറ്റിവിറ്റി എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഫോട്ടോ 6 മാസത്തിനകം എടുത്തത്, ഒപ്പ് എന്നിവ 2026 ജനുവരി 31 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒഴികെ മറ്റ് അനുബന്ധ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിന് 7/2/2026 വൈകുന്നേരം 5 മണി വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് അനുബന്ധ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നത് 7/2/2026 വൈകുന്നേരം 5 മണി വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൻ ഏതെങ്കിലും ഒരു കോഴ്സിനോ എല്ലാ കോഴ്സുകളിലേക്കോ ഉള്ള പ്രവേശനത്തിന് ഒരു ഓൺലൈൻ അപേക്ഷ മാത്രമേ സമർപ്പിക്കുവാൻ പാടുള്ളൂ. അപേക്ഷയും അനുബന്ധ രേഖകളും തപാൽ മാർഗം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല. പ്രവേശനത്തിന് വേണ്ട യോഗ്യതകൾ: നേറ്റിവിറ്റി: അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. കേരളീയൻ: അപേക്ഷകനോ മാതാപിതാക്കളിൽ ആരെങ്കിലുമോ കേരളത്തിൽ ജനിച്ചവരാണെങ്കിൽ അപേക്ഷകനെ കേരളീയനായി കണക്കാക്കുന്നതാണ്. വിവിധ സാമുദായിക പ്രത്യേക ഭിന്നശേഷിയുള്ളവർക്കുള്ള സംവരണ ആനുകൂല്യങ്ങളും ഫീസുകളും ലഭ്യമാകുന്നതാണ്. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 1. അപേക്ഷകൻ്റെ കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അപേക്ഷകൻ്റെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും
കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതെങ്കിൽ അപേക്ഷകനും മാതാവ് അല്ലെങ്കിൽ പിതാവ് തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖയും, അല്ലെങ്കിൽ അപേക്ഷകൻ്റെയോ മാതാപിതാക്കളുടെയോ കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന പാസ്പോർട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ കുട്ടിയും മാതാവ് അല്ലെങ്കിൽ പിതാവ് തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ജനനം രജിസ്റ്റർ ചെയ്യുവാൻ അധികാരമുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന അപേക്ഷകൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ കേരളത്തിലെ ജന്മസ്ഥലം കാണിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്. വിദ്യാഭ്യാസ യോഗ്യത മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് MBBS, BDS എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷകളോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്കും ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി എന്നിവയ്ക്ക് ഓരോന്നിനും പ്രത്യേകം മിനിമം പാസ് മാർക്കും നേടിയിരിക്കേണ്ടതാണ്. BA, MS, BHMS എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ചു കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷകളോ ജയിച്ചിരിക്കണം. എന്നാൽ BHMS കോഴ്സിന് ബയോളജി, ബയോടെക്നോളജി എന്നീ വിഷയങ്ങൾ മുഖ്യ വിഷയമായി പഠിക്കാത്തവരെ പരിഗണിക്കില്ല. BSMS കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷകളോ ജയിച്ചിരിക്കണം. കൂടാതെ വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ തമിഴ് ഒരു വിഷയമായി പഠിച്ച് ജയിച്ചിരിക്കണം. അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിൽ പ്രവേശനം ലഭിച്ച് ആദ്യ വർഷത്തിനുള്ളിൽ തമിഴ് ലാംഗ്വേജ് കോഴ്സ് ജയിച്ചിരിക്കണം. അഗ്രികൾച്ചർ, ഫിഷറീസ് കോഴ്സുകളിലേക്ക് BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഫോറസ്ട്രി പ്രവേശനത്തിന് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷകളോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് മൊത്തത്തിൽ 50% മാർക്ക് നേടി ജയിച്ചവർ അർഹരാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, BTech കോഴ്സുകൾ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി, കേരള വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള BTech ഡയറി ടെക്നോളജി. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷകളോ ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ നിർബന്ധിത വിഷയങ്ങളായും കെമിസ്ട്രി ഒരു ഓപ്ഷണൽ വിഷയമായും പഠിച്ച് ഈ വിഷയങ്ങൾക്ക് മൊത്തത്തിൽ 45% മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രവേശനത്തിന് അർഹരാണ്. യോഗ്യതാ പരീക്ഷയിലെ മാർക്കുകളിൽ ഇളവ്. MBBS, BDS കോഴ്സുകൾക്ക് SC, ST, SC, BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 40% മാർക്ക് മതിയാകുന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് SC, ST, SC, BC ഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ
40% മാർക്ക് മതിയാകുന്നതാണ്. വയസ്സ് അപേക്ഷകന് 31/12/2026 17 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ്. കുറഞ്ഞ പ്രായപരിധിയിൽ ഇളവില്ല. അപേക്ഷകന്റെ ജനന തീയതി തെളിയിക്കുന്ന രേഖ അപേക്ഷയോടൊപ്പം ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പരീക്ഷാ തീയതിയും സമയവും. പരീക്ഷാ തീയതി 17/4/2026 വെള്ളിയാഴ്ച മുതൽ 23/4/2026 തേഴ്സ്ഡേ വ്യാഴാഴ്ച വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ നടത്തപ്പെടുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഏതെങ്കിലും ഒരു പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കേണ്ടതാണ്. പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫീസ് എഞ്ചിനീയറിംഗ് ജനറൽ വിഭാഗത്തിന് 925 രൂപ, SCക്ക് 400 രൂപ, STക്ക് നിൽ. പരീക്ഷാ ഫീസ് ഇല്ല. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് ജനറൽ വിഭാഗത്തിന് 650, SCക്ക് 260. ഓൺലൈൻ പേയ്മെൻറ്റായി അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ കേന്ദ്രവുമായി UAE തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അപേക്ഷകർ പരീക്ഷാ ഫീസിന് പുറമെ അധിക ഫീസായി 16,000 രൂപ കൂടി കൊടുക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ: SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി ജനന തീയതി തെളിയിക്കുന്ന രേഖകൾ. അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നേറ്റിവിറ്റി, ജനന തീയതി എന്നിവ തെളിയിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സാമുദായിക സംവരണം, പ്രത്യേക സംവരണം എന്നീ ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളും, SC/BC മറ്റർഹ സമുദായ OEC വിദ്യാർത്ഥികളും കേരള സർക്കാർ പഠനാവശ്യങ്ങൾക്കായി നൽകുന്ന നിശ്ചിത മാതൃകയിലുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത OEC അപേക്ഷകൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസർ നൽകുന്ന സമുദായ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നതിനുള്ള അപേക്ഷയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും അടങ്ങിയ വീഡിയോ പ്രസ്തുത ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രസ്തുത വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഇത് വായിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ്. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് കാണിക്കുന്ന വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.